ഇപ്പം നരേന്ദ്രമോദി തന്നെ അനിഴ നക്ഷത്രം ഏഴരശനി അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ശോഭിച്ചത്. കഴിഞ്ഞ സുനാമിയിലും ഇതുപോലെ ഈ ഭൂകമ്പങ്ങളൊക്കെ ജപ്പാനിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഭൂമിയുടെ ഗ്ലോബ് ഷേപ്പ് കുറച്ചൊന്നും ചളങ്ങിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഈ പൊതുദോഷത്തെക്കുറിച്ച് പറയുന്ന കേട്ട് ജനം പേടിക്കരുത്. പൊതുവായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ്. ശരിക്കും ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടുള്ള ജാതക പരിശോധനയ്ക്ക് ശരിക്ക് കൃത്യമായി നോക്കുകയാണെങ്കിൽ എത്ര സമയമെടുക്കും? സാധാരണ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് അവർ പറയും എല്ലാം റെഡിയാണ്, ഓക്കെ, കുറിച്ച് കൊടുക്കും, നിങ്ങൾ പോയി. അത് വേറൊരു കാര്യമുണ്ട്. ജ്യോത്സ്യത്തെ സൂക്ഷ്മത, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള അത് അവരുടെ വേഗത, സൂക്ഷ്മത, ഇത്രയും കാലത്തെ അനുഭവ പരിചയം പലതുമുണ്ട്. സാധനാബലം, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇപ്പം മണിക്കൂറുകളെടുത്ത് ജ്യോതിഷം നോക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഉദാഹരണത്തിന് ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ രാജസദസ്സിൽ ദർബാർ ഹാളിൽ നിൽക്കുമ്പോൾ രാജാവിൻ്റെ സമീപം രാജകുമാരി സിംഹാസനത്തിന് സമീപം വന്ന് പിടിച്ചു നിന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് പാരമ്പര്യ ജ്യോത്സ്യനായിരുന്ന ഒരു കൊട്ടാരം ജ്യോത്സ്യനുണ്ടായിരുന്നു. അദ്ദേഹം ദർബാർ ഹാളിൽ വെച്ച് ഈ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈ പെൺകുട്ടി 5 വയസ്സുള്ള ഈ പെൺകുഞ്ഞ് ഇത് വളർന്ന് ഇത്രാമത്തെ വയസ്സിൽ വിവാഹവും കഴിക്കുമെന്നും അത് ഇത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞൊരു കുട്ടി ജനിക്കുമെന്നും ഒരു ആൺകുട്ടിയായിരിക്കുമെന്നും അത് മൂല നക്ഷത്രക്കാരനായിരിക്കുമെന്നും ആ മൂല നക്ഷത്രക്കാരൻ തിരുവിതാംകൂറിൻ്റെ ഭരണപരിഷ്കാരം വരുത്തുമെന്നും പ്രെഡിക്റ്റ് ചെയ്യുക സെക്കൻഡ് കൊണ്ട്. ഇപ്പോൾ മൈക്രോ സെക്കൻഡ്സിൽ ബ്രെയിൻ നീങ്ങണം. അതാണ് ജ്യോത്സ്യൻ്റെ വിജയം. ആ ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴേ ശരിക്കും ഒരു ജ്യോത്സ്യനാണെന്നൊക്കെ. പ്രഡിക്ഷൻ സൂക്ഷ്മമായിരിക്കണം. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത് നോക്കണം. അത് ദേവപ്രശ്നത്തിൻ്റെയൊക്കെ ചാർത്തുകൾ പലതും കൊണ്ടുവന്നിട്ട് ദിവസം 4 5 ഒക്കെ എടുത്തുള്ള ദേവപ്രശ്നമായിരിക്കും ചിലപ്പോൾ. ഞാനിപ്പോഴും ആ കാര്യത്തിൽ അത്ര കൂടുതലായിട്ട് അങ്ങനെ പോകാറില്ല. ചെറിയതൊക്കെ ചെയ്തത് മുമ്പ്. പക്ഷേ ഞാനത് ശരിക്കും പഠിച്ചിട്ടുള്ളത് കൊണ്ടും ആ ഗ്രഹനില ഈ ചാർത്ത് കണ്ടിട്ട് ആ ഒരു ബുക്കായിരിക്കുമല്ലോ എഴുതി കൊടുക്കുന്നത്. അത് ഇത്ര മിനിറ്റ് കൊണ്ടായിരിക്കും. അവർക്ക് പലതും ചെയ്യാനൊക്കത്തില്ല, ചെയ്യേണ്ടതാണോ എന്ന് സംശയം. ഇത് ചെയ്തപ്പോൾ നാശം, ഞാൻ എന്ത് ചെയ്യണം എന്നും പറഞ്ഞൊക്കെ വരും. അപ്പോഴത് തിരുത്തുന്നത് വളരെ സെക്കൻഡ് കൊണ്ട് ഇതില്ലാത്ത കാര്യമാണ്, ഇത് വേണ്ട എന്ന് പറയേണ്ടത് നമ്മളുടെ സാധനാബലമുണ്ട്, പഠന സൂക്ഷ്മതയുണ്ട്, ചിന്താ സൂക്ഷ്മതയുണ്ട്, അവലോകന സൂക്ഷ്മതയുണ്ട്, ഒരു നിമിത്തം, ഇതെല്ലാം കൂടി ഒരേ സെക്കൻഡിലേക്ക് ജ്യോത്സ്യൻ്റെ ബ്രെയിനിൽ കത്തുമ്പോഴാണ് നിമിഷ നേരം കൊണ്ട് അതീവ സൂക്ഷ്മമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് നമ്മുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റൊരു ചോദ്യം കൂടെ ഇതിനോടൊപ്പം ചോദിക്കേണ്ടത്, അതായത് ഈ പൗരാണിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോഴും, ഞാൻ ഈ കമ്പ്യൂട്ടർ ജാതകത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോഴാണ് അങ്ങ് ഒരു കാര്യം പറഞ്ഞു, പൗരാണിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോഴും ജ്യോതിഷം തുടരുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ഈ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്തിൻ്റെ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ കഴിഞ്ഞ സുനാമിയിലും ഇതുപോലെ ഈ ഭൂകമ്പങ്ങളൊക്കെ ജപ്പാനിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഭൂമിയുടെ ഗ്ലോബ് ഷേപ്പ് കുറച്ചൊന്നും ചളങ്ങിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് സെക്കൻഡ്സ് മാറ്റിയിട്ടുണ്ടല്ലോ സൂചികളൊക്കെ. അതിനനുസരിച്ച് ജ്യോതിഷത്തിൻ്റെ ഗണിതമൊക്കെ മാറിയിട്ടുണ്ട്. അതിനെ തിരുത്തണം. അത് പല ഇൻ്റർവ്യൂവിലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗവേഷണങ്ങളോ എന്തെങ്കിലും ഈ നടക്കുന്നതായിട്ട് തോന്നില്ല. നമ്മളത് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അറിയപ്പെടുന്നവർ അല്ലെങ്കിൽ കൂടുതൽ സീനിയർ തോന്നിപ്പിക്കുന്നവർ പലപ്പോഴും അതിനെയൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നുമില്ല. അങ്ങനെ വരണം. കാരണം ഇപ്പോൾ തന്നെ ഒരു വിഷയമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. അത് ഞാൻ പ്രകൃതിയെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ്. ഹേമന്ത സന്ധികൾക്കൊരു പ്രത്യേകതയുണ്ട്. ചെമ്മാനം വരും സന്ധിക്ക് ഒരു 5 മിനിറ്റ് സമയം. ആ സമയത്ത് ഏത് സ്ത്രീ പുരുഷന്മാരെ നോക്കിയാലും അതീവ സൗന്ദര്യമുള്ളവരായി തോന്നും, പ്രകൃതിക്ക് സൗന്ദര്യം തോന്നുമെന്ന്. ഈ ഹേമന്ത ഋതുവിൽ ചെമ്മാനം വന്നിട്ടില്ല. ശിശിരത്തിൻ്റെ കാലാവസ്ഥയാണ് ഹേമന്തത്തിൽ കാണിച്ചത്. വൃശ്ചികം ആദ്യ ആഴ്ച കഴിയുമ്പോൾ തൊട്ട് വൃശ്ചികം, ധനു, മകരം ആദ്യ ആഴ്ച വരെയാണ് ഹേമന്തം. മകരത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞു. മകരത്തിൻ്റെ ആദ്യ ആഴ്ച കഴിയുമ്പോഴേക്ക് പിന്നെ അങ്ങോട്ട് ശിശിര ഋതു വരുന്നു. ശിശിരത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നതല്ല. മാത്രം സന്ധിക്ക് മൂടി നിൽക്കുക അന്തരീക്ഷം, പകൽ നല്ല ചൂട്. അതെ, ഇത് ഹേമന്ത ഋതുവിൽ വരേണ്ടതല്ല. അപ്പോൾ ഞാൻ വേറെ കുറച്ചൊരു കണക്കുകൾ വായിച്ചിരുന്നു ഈ അടുത്ത കാലത്ത്. എത്ര വർഷം കഴിയുമ്പോഴത്തേന് ഈ മാസങ്ങൾ മാറി വരുന്ന കുറേ കണക്കുകളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മേടമാസം വരുന്ന ഇപ്പോൾ യഥാർത്ഥത്തിൽ മീനമെന്ന് പറയുന്ന സമയമാണ് മേടമായി വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുന്നുണ്ട്. അതിന് അവർ പറയുന്നത് പലതും പ്രകൃതിയിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ കണിക്കൊന്ന പൂക്കുന്നതൊക്കെ പണ്ട് ഒരു 20 വർഷം മുമ്പ് വരെയൊക്കെ കണിക്കൊന്ന ആ വൃശ്ചികത്തിൻ്റെ വിഷുവിൻ്റെ തലേന്ന് ആണ് പൂക്കുന്നത്, അല്ലാതെ അതിന് മുമ്പ് പൂക്കാറില്ല. ഇപ്പോഴെന്നും പൂക്കുന്നു. അതല്ല തന്നെ അടുത്ത വേനൽ വരുന്ന മാസങ്ങളിൽ പൂക്കുന്നു. അതിന് പിന്നെ പ്രായോഗികമായ പല പ്രകൃതിദത്തമായ പല വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ പോലും ജ്യോതിഷത്തിനെ സ്വാധീനിക്കുന്നതായ ഭ്രമണപഥത്തിലെ മാറ്റങ്ങളും രാശിമാറ്റം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. അതിൻ്റെ വേഗത കൂടിയതോ കുറഞ്ഞതോ ഒക്കെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആചാര്യ ഭാസ്കരനാണ്
365.268 ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നതെന്ന് കണ്ടെത്തി എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് കണക്കുകൾ മാറേണ്ടതുണ്ട്. ഈ ശാസ്ത്രീയതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ എന്തെങ്കിലും ഈ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഗവേഷണങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. കൂടുതൽ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് പഠിച്ചിട്ട് അതിനെ പ്രസ്താവിക്കുക മാത്രമാണ് ഭൂരിപക്ഷവും ചെയ്യുന്നത്. പിന്നെ അതിൽ ദോഷഫലങ്ങളുണ്ട്. അതായത് നമ്മുടെ അതിൽ ദോഷഫലങ്ങളിൽ ഒന്നാണ് ഈ വിവാഹപ്പൊരുത്തത്തിൻ്റെയൊക്കെ ഒരു പരിധിവരെ മാത്രമല്ല, ഈ ചില ജ്യോത്സ്യന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ ഇരുന്ന് കറക്കുകയാണ്, ഈ ചൊവ്വയും ചന്ദ്രനെയൊക്കെ അവരിന്ന് കറക്കുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഈ ഒരു പകർത്തിയെഴുത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നു. ഒന്നാമത് ഞാൻ അതിൻ്റെ യഥാർത്ഥ വക്താവല്ല എന്ന് ഓരോ ജ്യോത്സ്യനും ഓർക്കണം. കാരണം ശൂന്യാകാശത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിലെ ഈ മാറ്റങ്ങളും കാര്യങ്ങളും നക്ഷത്രങ്ങളും സൂര്യൻ്റെ പ്രകാശരശ്മികൾ ഓരോ ഗ്രഹങ്ങളിലേക്കും പതിച്ചിട്ട് അത് പ്രതിഫലിച്ച് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി നഗ്ന നേത്രങ്ങൾ കൊണ്ട് വേറൊന്നും തോന്നരുത്, ബൈനോക്കുലർ പോലും കണ്ടിട്ടില്ലാത്ത കാലത്ത് ജ്യോത്സ്യന്മാരാണ് ഇത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര സങ്കടം. അല്ല, ഞാൻ പറഞ്ഞ ബൈനോക്കുലർ പോലും ഇല്ലാത്ത കാലത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വക്താവല്ല ശരിക്കും. നമ്മളത് പഠിച്ച് പറയുന്നു. അവർ ശൂന്യാകാശത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് പറയുന്നു, നമ്മൾ പുസ്തകം പഠിച്ചു പറയുന്നു. അപ്പോൾ അത്രയും നിസ്സാരരായി. നമ്മുടെ ഇന്ദ്രിയക്ഷമത വളരെ കുറഞ്ഞു പോയി. ഒരു റിട്രോഗ്രസീവ് എവല്യൂഷൻ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാം തകർന്ന് താഴേക്ക് വരിക. ഇന്ദ്രിയ ശക്തി അന്നത്തെ ഈ ഋഷിതുല്യരായ ആളുകൾക്ക് എത്ര വലുതായിരുന്നു. അതുകൊണ്ടല്ലേ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയില്ല. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു വിനീത വിധേയത്വവും നിസ്സാരതയും നമ്മളിൽ ഒരു ഫീൽ ചെയ്യണം, അനുഭവപ്പെടണം. എന്നിട്ട് നമ്മളത് പഠിച്ചിട്ട് ഈശ്വര അത് ശരിയായിരിക്കണേ എന്നുള്ള സങ്കല്പത്തോടു കൂടി ചെയ്യുമ്പോൾ അതിന് സൂക്ഷ്മത വരും. പിന്നെ നമ്മുടെ സാധനാബലം, നമ്മുടെ ആന്തരിക ശക്തിയെ, മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന അനന്തമായ ശക്തിയെ പുറത്തേക്ക് എടുക്കാൻ ഋഷികൾ ഒരുപാട് സമ്പ്രദായങ്ങൾ വെച്ചിട്ടുണ്ട്. മന്ത്രജപവും ധ്യാനവും മറ്റു പലതുമുണ്ട്. അതൊക്കെ ചെയ്ത് നമ്മുടെ ആന്തരിക ശക്തിയെ ഉണർത്തിക്കൊണ്ട് ജ്യോതിഷം നോക്കുമ്പോൾ കുറേയേറെ സൂക്ഷ്മത കിട്ടും. അപ്പോഴും അതിലൊരു വികലത വന്നേക്കാം എന്നൊരു ചിന്തയോടുകൂടി വീണ്ടും വീണ്ടും സൂക്ഷ്മതയിലേക്ക് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കാൻ ബാധ്യസ്ഥനാണ് ജ്യോത്സ്യൻ. അത്രയൊന്ന് ചിന്തിക്കണം. അല്ലാതെ നമ്മൾ അത് നോക്കി കുറച്ചറിയാം, കുറേ ശ്ലോകങ്ങൾ അറിയാൻ, കാണാൻ പഠിച്ചിരുന്നു, പിന്നെ മാറിയിരുന്ന് വിശ്രമിക്കാം. അങ്ങനെയില്ല, വിശ്രമിക്കാൻ ഒക്കെയില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ സമകാലിക വിഷയത്തിലോട്ട് തന്നെ വരാം. അതായത് ഈ പുതിയ തലമുറയിൽ നമുക്കറിയാം, പുതിയ തലമുറയിൽ ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ, വിവാഹങ്ങൾ, ജാതകം നോക്കാതെ തന്നെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ജാതകം നോക്കി വിവാഹങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പലതിലും ലിവിങ് ടുഗദറായിട്ട് ജീവിച്ച സ്ത്രീകൾ കൊല്ലപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഇത് സംഭവിക്കുന്നു. ബാംഗ്ലൂരിൽ സംഭവിക്കുന്നു, തിരുവനന്തപുരത്ത്, എറണാകുളത്തൊക്കെ നിരവധി കൊലപാതകങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു നിലപാട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രതലത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് അത്തരക്കാർക്ക് നമുക്ക് എന്തൊരു ഉപദേശം നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയും? ആത്മീയ സാധനങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ആത്മീയ സാധനങ്ങൾ തീരെയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ജപം, ധ്യാനം എന്നിവ നമ്മൾ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വന്നു. ഇപ്പം കോടീശ്വരനാകണമെങ്കിൽ ഇന്ന മന്ത്രം ജപിക്കൂ, കല്യാണം നടക്കണമെങ്കിൽ ഇങ്ങനെ മന്ത്രം ജപിക്കൂ. ഇതൊക്കെ തന്നെ കാമ്യകർമ്മ സിദ്ധാന്ത ശൈലികളാണ്. അതിനുപരി ജപത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ സബ് കോൺഷ്യസിനെ സർഫസ് ചെയ്യിപ്പിക്കാനാണ്. ഉപബോധ മനസ്സിലേക്ക് ഓരോ ദിവസവും ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലും വന്ന് ഈ ഓരോ ദിവസവും സ്വീകരിച്ചു വയ്ക്കുന്നതിന് ബോധ മനസ്സിലൂടെ അത് ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടുക. അതിനെ പുറത്തേക്കെടുത്ത് കളഞ്ഞ് ഒരു വാഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ആക്കാനുള്ള ഒരു പ്രോസസ്സാണ് പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലുമുള്ള ജപം. അപ്പോൾ ജപത്തിൻ്റെ ബോധം ആ തലത്തിലാണ്. നമ്മുടെ കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യുമ്പോൾ അതെ, നമ്മൾ അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകളൊക്കെ വലിയ മാനസിക പ്രശ്നമുള്ളവരോട് വനത്തിൽ പോയി നിന്ന് കൂവാൻ പറയുമല്ലോ. അതുപോലെ ജപം പലതരത്തിൽ വേണം. ഏത് തരത്തിലാണ് എൻ്റെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പ്രാകൃത വാസനകളെയും സംസ്കാരങ്ങളെയും അന്നെടുത്ത് പുറത്ത് കളയേണ്ടതെന്നുള്ള ബോധത്തോടു കൂടി വേണം ജപിക്കാൻ. അതിന് ജപത്തിന് പല ശൈലികളുണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇഷ്ട ദൈവത്തെ, ഇപ്പോൾ കൃഷ്ണൻ അല്ലെങ്കിൽ ദേവി എന്നൊക്കെ പറഞ്ഞ മനസ്സിൽ വരുന്ന ഏതെങ്കിലും ദേവതാ രൂപത്തിൻ്റെ കൂടുതൽ പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കുമ്പം ഈ മനസ്സിലെ ഈ മാനസിക വിരേചനത്തിൻ്റെ ശക്തി കൂടും. ഞാൻ സൗന്ദര്യബോധമുള്ളവനാണെങ്കിൽ സൗന്ദര്യബോധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു ദേവതയുടെ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് അത്രയും ഗുണമാണ്. കാരണം സ്ഥൂല ശരീരമായ ഈ കാണപ്പെടുന്ന ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിനും ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ അത് എനിക്കിഷ്ടമുള്ള രൂപത്തിലുള്ള ഭാവത്തിലുള്ള ദേവതയെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ജപിക്കുമ്പോൾ ആ തരത്തിലുള്ള ഗുണവും ലഭിക്കും. അതേസമയത്ത് മനസ്സിന് ഒരു വിരേചനം സംഭവിക്കുകയും ചെയ്യും. ദിവസം വലിഞ്ഞു കൂടുന്ന കാര്യങ്ങൾ ധാരാളമാണ്. ഇതിനെല്ലാം അന്നന്ന് തന്നെ ശുദ്ധീകരിക്കാൻ നമ്മൾ സന്ധ്യയ്ക്കുള്ള പ്രദോഷ സന്ധ്യയിൽ ജപിക്കും.
പ്രഭാതസന്ധ്യയിൽ ജപിക്കുന്നത് സബ് കോൺഷ്യസിലേക്ക് ജന്മാന്തരങ്ങളായിട്ടും ഈ ജന്മത്തിലും തന്നെ അടിഞ്ഞുകൂടിയതെല്ലാം ബാക്കി കിടക്കുന്നതിനെ പുറത്ത് കളയാൻ ബ്രെയിൻ ആൽഫ ലെവലിലിരിക്കുന്ന സമയത്ത് വെളുപ്പിന് നമ്മൾ നാമം ജപിക്കണം. ആ വെളുപ്പിനുള്ള ജപമാണ്, അല്ലെങ്കിൽ ഒരു 7-7:30 കഴിയുന്നത് വരെയുള്ള ബ്രെയിനിൻ്റെ ആൽഫ ലെവൽ പ്രവർത്തനം ഇരിക്കുന്ന സമയത്ത് വേണം ജപിച്ച് നമ്മൾ ശുദ്ധീകരിക്കാൻ. എത്രയും ജപിച്ച് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയും വേണം. ധ്യാനം എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ വൈഷ്ണവ പ്രസ്ഥാനങ്ങളുടെയൊക്കെ വരവോടുകൂടി കുറച്ച് നഷ്ടപ്പെട്ടു. ഈ ജപമേവ ശരണം എന്ന് പറയുന്നൊരു സമ്പ്രദായം കൊണ്ടുപോയി. ജപം മാത്രം കൊണ്ട് നമ്മൾ മനസ്സിൽ ആന്തരികമായി ശുദ്ധീകരിക്കത്തില്ല, ധ്യാനവും വേണം. ഈ ജപവും ധ്യാനവും ജനകീയമായിട്ട് ഇവിടെ സാർവത്രികമായിട്ട് വന്നാൽ പിന്നെ കായികമായ സാധനയാണ് യോഗ, വാചികമായ സാധനയാണ് ജപം, മാനസികമായ സാധനയാണ് ധ്യാനം. ധ്യാനത്തിന് 2 തലമുണ്ട്, അതിവിടെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരാൾ കൂടുതൽ സാത്വികയായി മാറും. അവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണത്തില്ല. അവർക്ക് ജ്യോതിഷം നോക്കിയാലൊക്കെ ഇത് കൂടുതൽ ഗുണകരമാവത്തേ ഉള്ളൂ. പക്ഷേ ജ്യോതിഷം നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്ന പ്രശ്നങ്ങളെ ഈ തരത്തിൽ കാണുമ്പോൾ ജ്യോതിഷൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മളുടെ ഋഷികൾ വെച്ചിരിക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മൾ തള്ളിക്കളഞ്ഞതിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ഈ നമ്മളെ മിക്കവാറും യൂട്യൂബ് ചാനലുകളിലെല്ലാം കാണാറുണ്ട്, ഈ 5 നാളുകാർ സൂക്ഷിച്ചില്ലെങ്കിൽ ദുർമരണം ഉറപ്പ്, അല്ലെങ്കിൽ അപകടം ഉറപ്പ്, അല്ലെങ്കിൽ സർവനാശം ഉറപ്പ്. ഇങ്ങനെയൊക്കെ ഓരോ മാറ്റിയും മറിച്ചും എല്ലാം ഇങ്ങനെ യൂട്യൂബ് ചാനലുകളിൽ വാർത്ത വരുന്നത്. അതിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു ദുർവിനിയോഗം, ആൾക്കാരെ ഭയപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിൽ ഇത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജ്യോതിഷത്തിനെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് ജ്യോതിഷം തെറ്റാണ്, ജ്യോതിഷത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ല, ഇതൊരു തട്ടിപ്പ് സമ്പ്രദായമാണെന്ന് വരുത്തി തീർക്കാൻ ഇത്തരത്തിലുള്ള സംഗതികൾ ഉപോത്ബലകമാകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ശരിയാണത്. കാരണം ഇതിപ്പോൾ അങ്ങനെ നിർവചിക്കാൻ കഴിയും ഈ 5 നാളുകൾക്ക് ഭയങ്കര ദോഷം. അങ്ങനെയില്ല. അത് ഇപ്പോൾ വേറൊരു വലിയ വിഷയം കൂടെ ഉണ്ട് ഇത് പറഞ്ഞപ്പോൾ. ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും ഒരു ഒറ്റരാശി പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ദേവപ്രശ്നമൊക്കെ പല ശൈലിയിലുണ്ട്. അപ്പോൾ ആ ദിവസം വന്നിട്ട് വർഷത്തിൽ ഈ വർഷം ഇന്ന ആളുകൾക്കെല്ലാം കുഴപ്പമാണെന്നുള്ളത് പൊതുവെ 7:30 ശനിയും 2 ശനിയും ഒക്കെ നിൽക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ പൂജയുണ്ടെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അവർക്കെല്ലാം വേണ്ടുന്ന മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം ഇതൊക്കെ ചെയ്യുക. അതൊക്കെ നമുക്ക് അത്രയും അങ്ങോട്ട് ഗുണകരമെന്ന് പറയാനൊക്കെ ഇല്ല. ഇത് തന്നെയാണ് ജ്യോത്സ്യന്മാർ ചെയ്യുന്നത്. ലൈവിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതിൻ്റെ കാര്യം ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ മറ്റ് ചാനലുകളിൽ വരുമ്പോഴും ഇങ്ങനെയൊക്കെ അവർ പരത്തുന്ന രീതിയിൽ ഇപ്പോൾ 5 നാളുകൾ ആയില്യം, അവിട്ടം, ചതയം, ഇങ്ങനെ കുറച്ചൊരു 5 നാളുകൾക്കും ഈ നാളുകൾക്ക് മൊത്തത്തിൽ ദോഷമാണ്, ദുർമരണം, അപകടം, മറ്റ് കുഴപ്പങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ ഭയപ്പെടുത്തും. അപ്പോൾ അത് ഈ ജ്യോതിഷത്തിന് വലിയൊരു അപഖ്യാതി, അതായത് ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് വന്നിരിക്കുന്ന പ്രശ്നം കുറച്ച് ശതമാനം ആളുകൾ ഇതിൽ നിന്ന് കുറേ വിട്ടുപോയിട്ടുണ്ട്, ജ്യോതിഷം പരമ്പരാഗതമായിട്ട് നോക്കിയിരുന്നത്. രണ്ടാമത് നമ്മൾ ഈ പൊതുദോഷഫലങ്ങൾ വരാവുന്ന ഓരോ കാലയളവിലും ഇപ്പം 7:30 ശനിയാണ് കൂടുതൽ ഈ പൊതുദോഷമെന്നും പറഞ്ഞ് കൂടുതൽ കാണിക്കുന്നത്. ആ ദോഷഫലം വരാവുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടായിരിക്കും മിക്കവാറും ഈ പറയുന്നത്. അപ്പോഴത് എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമല്ല. ഇപ്പം നരേന്ദ്രമോദി തന്നെ അനിഴ നക്ഷത്രം 7:30 ശനി അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ശോഭിച്ചത്. അതേ സമയത്ത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരിൽ പലരും അനിഴ നക്ഷത്രക്കാർ ആ സമയത്ത് വീണു. ഈ പൊതുദോഷത്തെക്കുറിച്ച് പറയുന്ന കേട്ട് ജനം പേടിക്കരുത്. പൊതുവായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ നമ്മുടെ ദശാകാലം നമ്മളുടെ ഗ്രഹനിലയിലെ ചില സവിശേഷതകൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും പോലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. വണ്ടി വൺ വേയിൽ പോകണോ, മറ്റെടുത്ത് ഓവർടേക്ക് ചെയ്യരുത് ചില ദശ. ഞാൻ തന്നെ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞിരുന്നു, ഉത്രാടത്തിൽ മുക്കാല തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യപകുതിക്കാർ ഇപ്പോൾ 7:30 ശനി വിട്ടുപോകാൻ പോകുന്ന സമയമാണ്, വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ചില സ്ഥിരമായ ക്ലയൻസ് എന്നെ വിളിച്ചു, അയ്യോ ഉത്രാടത്തിൽ മുക്കാനാണല്ലോ അങ്ങ് ഇത് പറയുകയും ചെയ്യാൻ പറഞ്ഞു. നിങ്ങളതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ റൂട്ട് ക്ലിയറായി പോകുന്നു, നിങ്ങൾ വളരെയേറെ എല്ലാ തരത്തിലും സൂക്ഷ്മമായി നീങ്ങുന്ന, നിങ്ങൾക്കതൊന്നും ബാധകമല്ല. ഇത് പൊതുവേ ശ്രദ്ധിക്കണമെന്നുള്ളതിന് പറയുന്നതാണ്. അത്രയും സൂക്ഷ്മമായി നീങ്ങുന്ന നിങ്ങൾ എന്തിനാണ് പിന്നെ എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്? ഇങ്ങനെ ഒരു ഫലം എനിക്ക് വരാൻ സാധ്യതയുണ്ട്, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ കൂടുതൽ സൂക്ഷ്മമായി എല്ലാ തരത്തിലും നീങ്ങുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നീങ്ങേണ്ടതുണ്ട് എന്നൊരു ഉത്തരത്തിലേക്ക് ആരോഗ്യകരമായി എത്തേണ്ടതിന് പകരം അതിനെ ഭയന്നിരിക്കലല്ല. ആ തരത്തിൽ നമ്മൾ അതിനെ കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്നും മഹാദോഷത്തിലൂടെ അല്ല പോകുന്നത്. ഒരുപാട് ദോഷ സമയങ്ങൾ കടന്നു പോകുമ്പോൾ ആ സമയത്തിന് നെറുകയിലിരുന്നുകൊണ്ട് മഹാകാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളും ഉണ്ട്. എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ജ്യോതിഷത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവച്ച ശ്രീ മംഗലം സഞ്ജയൻ ഹരിപ്പാടിനോട് വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നമസ്തേ.